ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഫാൻറ്റസി വേൾഡ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ഈ ഭിത്തിയിലൊക്കെ മക്കൾ വരച്ച് വെച്ചേക്കുവാണ്. അപ്പോൾ നമ്മൾ റെൻറ്റിനാണ് താമസിക്കുന്നത്. നമുക്ക് ഈ വരച്ച് വെച്ചതൊക്കെ നേരത്തെ എന്ന് വെച്ചാൽ നമ്മൾ പെയിൻ്റ് അടിച്ച് കൊടുക്കുമായിരുന്നു മാറാൻ നേരത്തിട്ട്. അപ്പോൾ ഇത് ഒത്തിരി ഉണ്ട്, നിങ്ങൾക്ക് കണ്ടാലറിയാം. ഒത്തിരി വീട്ടിന് അവർക്ക് കയ്യെത്താത്ത സ്ഥലത്ത് അവർ സ്റ്റൂൾ ഇട്ടിട്ട് കയറി നിന്നവരെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഒരു ഭിത്തിയിൽ ഞാൻ പരീക്ഷിച്ച് നോക്കി, പക്ഷേ പരീക്ഷണം ജയിച്ചു കേട്ടോ. എന്തായാലും ആ ഭിത്തി അങ്ങ് ക്ലിയർ ആയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് എങ്ങനെയാണ് ക്ലിയർ ചെയ്തെടുക്കാമെന്ന് കാണാം. എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണ്. അപ്പം ആദ്യമായിട്ടാണ് കാണുന്നതുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്പുകളായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പം നമുക്ക് എന്തൊക്കെ ചേർത്തിട്ടാണ് ഇത് ഈ പെയിൻറ്റിനകത്ത് ഈ പെൻസിലും അതുപോലെ അങ്ങനെ നമ്മുടെ ക്രയോൺസ് ഒക്കെ വെച്ച് വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇതെങ്ങനെയാണ് മായ്ക്കുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ എന്തൊക്കെ വേണമെന്ന് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പം ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മുടെ വിനാഗിരിയാണ്. വിനാഗിരി, പിന്നെ ഇത് സോപ്പ് പൊടിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സോപ്പ് പൊടിയാണ്. പിന്നെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബ്രഷ് കണ്ടോ. അപ്പം നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് സോപ്പ് പൊടിയാണ്. നമുക്ക് സോപ്പ് പൊടിക്ക് പകരം പാത്രം കഴുകുന്ന ലിക്വിഡോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ തുണി കഴുകുന്ന ലിക്വിഡോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ സോപ്പ് പൊടിയാണ് ഉള്ളത് കൊണ്ടാണ് ഞാൻ സോപ്പ് പൊടി എടുത്തത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമുക്കിത് കുറച്ച് വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് സ്കർബറോ ബ്രഷൊക്കെ വെച്ചിട്ട് ഒത്തിരിയൊക്കെ വരച്ചിട്ടുണ്ടെങ്കിൽ ബ്രഷ് വെച്ചുകൊണ്ട് ഇരിക്കുന്നത് നമുക്ക് പോസിബിളായിട്ടുള്ള കാര്യമല്ല. കുറേ നേരം നമ്മളിരുന്ന് ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കണം, സ്ക്രബ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം നമുക്ക് ഈ സ്പോഞ്ചൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ പാത്രം കഴുകുന്ന സ്പോഞ്ച് വരത്തില്ല. ഇപ്പം എൻ്റെ കയ്യിൽ അതില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്ത കേട്ടോ. നമുക്കൊരു പുതിയ സ്പോഞ്ച് വാങ്ങിച്ചിട്ട് ഇതിനായിട്ട് മാത്രം യൂസ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇതിങ്ങനെ വെള്ളം തൊട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ അത് പോകും. അപ്പം ഇത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രഷ് വെച്ചിട്ട് ഞാനിത് കാണിക്കാം. അപ്പോൾ ഒരു കൈ വെച്ചിട്ടാണ് ഫോൺ പിടിക്കുന്നത്, ചെറിയ സ്റ്റാൻഡ് വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ ക്രയോൺ വരച്ച് വെച്ചേക്കുന്നതിനകത്താണ് കേട്ടോ. ക്രയോൺ വെച്ച് ഭിത്തിയിൽ വരച്ചേക്കുന്നതാണ് ഞാനിങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത്. അത് മായുന്നുണ്ട്, നല്ല രീതിയിൽ മായുന്നുണ്ട് കേട്ടോ. എനിക്ക് ആദ്യം ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം ഇതുപോലെ പരീക്ഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാൻ ഇൻസ്റ്റയിൽ ഇതുപോലെ സ്ക്രോൾ ചെയ്ത് പോയപ്പം കണ്ടതാണ്. അപ്പം എനിക്ക് ഇത് ആദ്യം വർക്ക് ചെയ്യുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഞാനത് ചെയ്തപ്പം ഞാൻ ഞെട്ടിപ്പോയെന്നൊക്കെ വേണമെങ്കിൽ പറയാൻ കേട്ടോ. അതുകൊണ്ട് നല്ല ക്ലീൻ ആയിട്ടുണ്ട് നമ്മുടെ സാധാ. പിന്നെ ഇവിടുത്തെ ഈ പെയിൻറ്റ് നമ്മൾ റെൻറ്റ് താമസിക്കുന്നത് പഴയ വീടാണ് കേട്ടോ. അപ്പോൾ ഈ പെയിൻറ്റ് ഇവർ രണ്ടാമത് അടിച്ചിടണമെന്ന് തോന്നുന്നു. കാരണം ഇതിൻ്റെ ഇങ്ങനെ ഇളകി പെയിൻറ്റ് ഇങ്ങനെ ഇളകി വരുമല്ലോ, നമുക്ക് പാള പോലെ ഇങ്ങനെ ലെയറായിട്ട് ഇളകി വരുമല്ലോ. അപ്പോൾ അങ്ങനെ ഇളകി വരുന്നുണ്ട് കേട്ടോ മുകളിലത്തേക്ക് പെയിൻറ്റ്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി വെള്ളമൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ ഇളകി വരുമോ എന്നൊക്കെ പേടിച്ചിട്ടാണ് ഞാനിങ്ങനെ ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല, ഇതെല്ലാം ആയുന്നുണ്ട്. ഇതേണ്ട നമ്പറൊക്കെ എഴുതി വെച്ച് ഇതൊക്കെ അവരെക്കാളും പൊക്കത്തിന് സ്റ്റൂൾ ഇട്ടിട്ടാണ് ഇവർ നിന്ന് ഈ നമ്പേഴ്സൊക്കെ ഇങ്ങനെ എഴുതുന്നത്, അതിൻ്റെ അകത്ത് വരയിടുന്നതും ഒക്കെ. എന്ത് കിട്ടിയാലും ഭിത്തിക്കകത്തായിട്ട് വരയ്ക്കുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അപ്പം നമ്മൾ റെൻറ്റിനാണ് താമസിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ നല്ല പോലെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് നമുക്ക് ഒത്തിരിയൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പോഞ്ചാണ് കേട്ടോ നല്ലത്. അപ്പം ഞാനിതുപോലെ അത്യാവശ്യം നല്ല ഇച്ചിരി ബലമൊന്നും പ്രയോഗിച്ചാണ് നമ്മളിത് ഒന്ന് ഇതാക്കി കൊടുക്കുന്നത്. പിന്നെ നെയിൽ പോളിഷൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് പേസ്റ്റ് യൂസ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ ലിക്വിഡ് വെള്ളം കലക്കുന്നത്, അതായത് വിനാഗിരി സോപ്പ് പൊടിയൊക്കെ ഒപ്പം തന്നെ നമുക്ക് പേസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് തേച്ച് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് സിമ്പിളായിട്ട് തന്നെ ഇളകി പോകും കേട്ടോ നെയിൽ പോളിഷൊക്കെ. അപ്പം ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മക്കളൊക്കെ ഉള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ നമുക്ക് കുറേശ്ശെ മായ്ച്ചൊക്കെ ഇടാം. അപ്പം വീട്ടിലെ എല്ലാ സ്ഥിരം പരിപാടി എന്ത് കിട്ടിയാലും ഭിത്തിയിൽ വരയ്ക്കും. ഒരു ഭിത്തി ക്ലീൻ ചെയ്തിട്ടിട്ട് ഞാൻ പറഞ്ഞു ഇനി വരയ്ക്കരുത്, ഇനി വരച്ചാൽ അടി കൊള്ളും, ഇനി വരയ്ക്കരുത്, അവർ വന്ന് വഴക്ക് പറയുമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ആ ഒരു ഭിത്തിയിൽ വരയ്ക്കുന്നില്ല കേട്ടോ. പിന്നെ വരച്ചെടുത്ത് വരയ്ക്കുമ്പോൾ പറയും ഇത് മൊത്തത്തിൽ വരച്ച് കിടക്കൂലേ, വരയ്ക്കുന്നതുകൊണ്ട് പ്രശ്നമില്ലല്ലേ എന്നൊക്കെ ചോദിച്ചു സംസാരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പം ഞാനിതൊരു തുണി വെച്ചിട്ടൊന്ന് തുടച്ച് കാണിച്ചു തരാം എത്രത്തോളം ക്ലീൻ ആയിട്ടുണ്ടെന്ന് നമുക്ക് കാണാമല്ലോ. അപ്പോൾ അവിടെ മൊത്തം ക്ലീൻ ആയിട്ടുണ്ട്. ഇത് ഇച്ചിരി നമുക്ക് വലിയ ക്യാഷ് മുടക്കമൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ വീടും പരിസരമൊക്കെ താഴെ തന്നെ വൃത്തിയായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഭിത്തി നേരെ മൊത്തത്തിൽ ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഒരു സൈഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് സൂപ്പർ വീഡിയോയും വരെ ടാറ്റ.